വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ രാജ്യസഭയിലും ലോക്സഭയിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്. രാജ്യസഭയിൽ ബി ശിവദാസൻ, ജോൺ ബ്രിട്ടാസ്, എ റഹീം എന്നിവരാണ് നോട്ടീസ് നൽകിയത്. വിഷ്ണു പ്രസാദ് ഉണ്ട്. വിഷ്ണു, എന്താണ് വിവരങ്ങൾ? രാജ്യസഭയും ലോക്സഭയും ഇന്നും CJP പ്രതിഷേധത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയുടെ പേരിൽ തടസ്സപ്പെടുമെന്നത് തീർച്ചയാവുകയാണ്. കാരണം ഈ വിഷയം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് MP-മാർ നോട്ടീസ് നൽകിയിട്ടുള്ളത്. രാജ്യസഭയിൽ ഇടത് MP-മാരും ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് MP-യുമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ 3 ദിനങ്ങൾ സഭാ നടപടികൾ തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നും സമാനമായ ആവശ്യം മുന്നോട്ട് വെക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേരുന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നത് തീർച്ചയാണ്. എല്ലാ ദിവസവും സഭ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ മുന്നണി നേതൃത്വം ഒരു ചർച്ച നടത്താറുണ്ട്. സ്വാഭാവികമായും ഇന്നിപ്പോൾ ചർച്ചയ്ക്ക്, അതായത് പാർലമെന്റിൽ ഏത് വിധത്തിലുമുള്ള ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ച പശ്ചാത്തലത്തിൽ എങ്ങനെ വേണം ഇന്നത്തെ സഭാ നടപടികൾ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒരു തീരുമാനത്തിലെത്തും. എന്തായാലും ഈ വിദ്യാർത്ഥികൾക്കെതിരായ നടപടികൾ സംബന്ധിച്ച ചർച്ച നടക്കാതെ പാർലമെന്റിന്റെ മറ്റൊരു നടപടിയുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നത് ഉറപ്പാണ്. പക്ഷെ അത് ഇന്നുണ്ടാകുമോ എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം തന്നെ CJP സമരം ഇനിയും ഇവിടെ തന്നെ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ തന്നെ തുടരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അഭിജിത്ത് ദീപ്കെ. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും അഭിജിത്ത് ദീപ്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നും സമരത്തെ നേരിടാൻ വലിയ സന്നാഹം തന്നെ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നലത്തേതിന് സമാനമായി ഡൽഹിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ജന്തർ മന്ദിറിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ജന്തർ മന്ദിറിന്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനുകളാണ് അടച്ചിട്ടിട്ടുള്ളത്. മാത്രവുമല്ല, ഇത് വലിയ രീതിയിൽ ജനജീവിതത്തെയും ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആളുകൾക്ക് ജോലിക്ക് വരുന്നതിനുൾപ്പെടെ വലിയ പ്രതിസന്ധി ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒരു ഇന്റർനെറ്റ് നിരോധനവും ജന്തർ മന്ദിറിന് സമീപത്ത് ഏർപ്പെടുത്തിയിരുന്നു കേന്ദ്ര സർക്കാർ. ഇന്നും സമാനമായ നടപടി ഉണ്ടാകുമോ എന്ന ആശങ്കയും വിദ്യാർത്ഥികൾക്കുണ്ട്. എന്തായാലും ഇതിൽ CJP അടുത്ത ഘട്ട സമരം എവിടേക്ക് കൊണ്ടുപോകുമെന്നത് അറിയണമെങ്കിൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ നടത്തിയ ഒരു ക്ഷണമുണ്ട്. ആ ചർച്ചയിലേക്ക് CJP നേതാക്കൾ പോകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ചർച്ച ഒരിക്കലും കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ വെച്ച് അനുവദിക്കില്ല. പകരം ഇവർ നിശ്ചയിച്ചതുപോലെ ജന്തർ മന്ദിറിന് സമീപത്തുള്ള ഏതെങ്കിലും ഒരു ന്യൂട്രൽ സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ ആർക്കും സ്വാധീനമില്ലാത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് പോലെയുള്ള പൊതുവായ സ്ഥലത്ത് വെച്ച് ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും CJP പ്രവർത്തകരും. ശരി.